ഡാനിയൽ ജോൺ കരുസോയുടെ മേരി എന്ന സിനിമയിൽ കുഞ്ഞുനാളിൽ മേരിയെ ദേവാലയത്തിൽ കൊണ്ടുവന്നാക്കുമ്പോൾ മേരിയെ സ്വീകരിക്കുന്നത് അന്നയാണ്. പിന്നെ അന്നയാണ് മേരി ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്. ഒരു ദിവസം അന്നാമ്മയും മേരിയും അടുക്കളയിൽ ഇങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മേരി അന്നാമ്മയോട് ചോദിക്കുന്നുണ്ട്, അന്നാമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിച്ചോ. ഇവിടെ ഒരുപാട് നാളായില്ലേ? അന്നാമ്മ പറഞ്ഞു, 47 വർഷമായിട്ട് ദേവാലയം വിട്ടു പോയിട്ടില്ല. അത് ഒരുപാട് നാളാണോ? മേരി ചിരിച്ചിട്ട് പറയും, പിന്നെ ഒരുപാട് നാളല്ലേ. ഇതെങ്ങനെ ചോദിക്കണമെന്നറിയില്ല. ഇത്രയും നാൾ ദേവാലയത്തിൽ അന്നാമ്മ ഇതൊരു ഡൾ ലൈഫല്ലേ? ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിയിട്ട് അന്നാമ്മ പറയും ഡള്ളാ. നിരന്തരം ദൈവത്തിനെ മുഖാമുഖം കണ്ട് ജീവിക്കുക, നമ്മെ തീരെ ചെറുതാക്കി കളയുന്ന സ്വാർത്ഥ താല്പര്യങ്ങളെ ഇല്ലാതാക്കിയിട്ട് ദൈവം വെളിപ്പെടുത്തി തരുന്ന പുതിയ താല്പര്യങ്ങളിൽ മുഴുകി ജീവിക്കുക, അതൊരു ഭാഗ്യമല്ലേ കുഞ്ഞെ? ഞാൻ ഭാഗ്യം ചെയ്തവളല്ലേ? ഇന്നത്തെ ഗോസ്പൽ അന്നയെക്കുറിച്ച് പറയുന്നത് ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുമെന്ന് പറയാം. അവർക്കതൊരു ഡൾ ലൈഫായിരുന്നില്ല, അവർക്കത് പ്രണയമായിരുന്നു. മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിലെ കുട്ടികൾക്ക് പ്രെയർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് ആരംഭിക്കുമ്പോൾ പറയും, മക്കളെ പ്രെയർ എന്നുള്ളത് അങ്ങനെ കട്ട് ചെയ്ത് കളയാം, പകരം പ്രണയം എന്നാണ് എൻ്റെ സബ്ജക്റ്റിൻ്റെ പേര്. ഞാനിവിടെ പഠിപ്പിക്കുന്നത് ദൈവത്തെ എങ്ങനെ പ്രണയിക്കാം എന്നുള്ളതാണ്. പ്രെയറായാലും ദാമ്പത്യമായാലും ഇവിടെ പ്രണയമില്ലേ, അത് ഡൾ ലൈഫാണ്.